തുർക്കിയിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കർ പോലെ കാണുമ്പോൾ ഇവിടെ നിന്ന് എണ്ണ വാങ്ങിയിട്ട് അവിടെ അതിൻ്റെ 10 ഇരട്ടിക്ക് വെക്കും. എന്ത് ലാഭമല്ലേ. ആ ഇവിടെ ഇപ്പോൾ ഞാൻ 10 ദിറംസിനാണ് 20 ലിറ്റർ എണ്ണ അടിച്ചത്. 10 ദിറംസിന് അങ്ങോട്ട് ആയിട്ടില്ല, 10 ആയിട്ടില്ല 20 ലിറ്റർ എണ്ണക്ക്. ഇബ്രാഹിം ഖലീൽ ബോർഡർ ക്രോസിങ്. സോ ഇവിടെ കുർദിസ്ഥാൻ ബോർഡറാണ് നമ്മൾ എക്സിറ്റ് അടിക്കേണ്ടത്. കാരണം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇറാഖ് ബോർഡറായിരുന്നു, പക്ഷേ ഇവിടെ കുർദിസ്ഥാൻ ബോർഡറല്ലേ എക്സിറ്റ് അടിക്കേണ്ടത്. കോംപ്ലക്സ്, സ്പോർട്ട് കോംപ്ലക്സ്. ഇവർ ഈ ഇതിന് പറഞ്ഞ പേരാണ് കോംപ്ലക്സ് കേട്ടോ. ഹലോ. Hindustan. Yes. Opens hala. Okay. Sida? Okay. Thank you. Shukran. Thank you. ഓക്കെ. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കള്ള ഏജൻറ്റുമാരെയൊക്കെ എത്തും. കാരണം പല ബോർഡിലും നമുക്ക് ഏറ്റവും പറ്റാണ് ഏജൻറ്റുമാർ കേട്ടോ. കുറേ വൃത്തിയായിട്ട് ഏജൻറ്റുമാരുണ്ട് പൈസ പിടിക്കാനായിട്ട്. അടുത്ത ചെക്ക് പോസ്റ്റാണ്. ഓ ബസ്സൊക്കെ ഓക്കെ. ഇവിടെ എന്താ പരിപാടി ഉണ്ട് കേട്ടോ. അവിടെ പോയി ഡോക്യുമെൻറ്റ്സ് കാണിക്കാൻ പറഞ്ഞേ. One number, 2 number. Okay, brother. Okay. Hello. What do you want? There. 3. Okay. 1, 2, 3. ഇവിടെ പൈസ അടക്കാണ്ട്.
Osman! Var det hoppar i Marocko, var det? ഓക്കെ ഓക്കെ. കളേഴ്സ് ഓക്കെ. കളേഴ്സ് ഓക്കെ. തലവേദനയും മാലക്കെട്ടും തുടങ്ങിയല്ലോ. ഓക്കെ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇല്ലേ ഫൈൻ ഉണ്ടോ ചെക്ക് ചെയ്യുന്നവർക്ക് പോലീസുകാർ, അതായിരിക്കും മിക്കവാറും. ഇതെന്താ ഇവിടെന്താ എന്താ മുത്ത? ആ يا باسبورت. شنو عالم هندي؟ هاي كاميرا صور هاي. This one? Yeah, no. ABCD സിനിമയിലെ ദുൽഖർ പാൻറ് വാഷ് ചെയ്യുമ്പോൾ $5 എടുത്തിട്ട് സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റ് ഇല്ലേ, ആ അവസ്ഥയായിരുന്നില്ല. കാരണം ഞാനിവിടുന്ന് പിന്നെ പൈസ കൊടുക്കാനൊക്കെ പൈസയില്ല എൻ്റെ അടുത്ത്, കംപ്ലീറ്റ് കലാസ് കഥം ഗുദാവാഹിയായി. അങ്ങനെ തെണ്ടി നിൽക്കുമ്പോൾ ലാസ്റ്റ് ബാഗിൽ വന്നപ്പോൾ പേഴ്സിൻ്റെ ഉള്ളിനുള്ളിൽ $5 €5 രണ്ടും എടുത്ത് അപ്പുറത്തെ ഷോപ്പിൽ പോയി അവിടുന്ന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് പരിപാടി എടുത്തിട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്രശ്നമായിരുന്നു. ലാസ്റ്റ് സോർട്ട് ചെയ്ത് ഇതൊക്കെ പോകാൻ നിൽക്കുന്ന ട്രക്കുകളാണ്. ഇനി എമിഗ്രേഷൻ ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ചെക്ക് പോയിൻറ്റ്. ഹലോ പേപ്പർ ഓക്കെ 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 താങ്ക് യു. അടിപൊളി സ്വഭാവം കേട്ടോ. അപ്പോൾ നേരെ പോവാം, ഒന്ന് ചെക്കടിക്കോ പോവാം. ഇതാണ് പുള്ളി പറഞ്ഞത്. പാസ്പോർട്ട് കൺട്രോളുണ്ട് ഇവിടെ.
ആൻഡ് ഫൈനലി നമ്മളങ്ങനെ ഇറാഖിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് തുർക്കിയിലേക്കാണ്. പല രാജ്യങ്ങളുടെയും ബോർഡർ ഇങ്ങനെ ഇരിക്കുക, ചെറിയ പാലായിരിക്കും. ഇപ്പം അർമേനിയ ഇറാൻ ആണെങ്കിൽ ഒക്കെ ഇങ്ങനെയാണ്, പാലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നേപ്പാൾ ബോർഡറും പലപ്പോഴും പാലാട്ടോ. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്ന കാഴ്ചകൾ മാറും, അതുപോലെ ആൾക്കാരും മാറും, സംസാരം മാറും, സ്വഭാവം മാറും. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാൻ ലോറി പോകുന്ന വഴിയിലേക്ക് കൂടെ പോണത്. ഓക്കെ, ഇത് ട്രക്കിൻ്റെ ഇൻസ്പെക്ഷൻ യാർഡാണ്. താഴെ മുകളിലൊക്കെ അരിച്ച് പൊറുക്കും. ലോറിക്കാരെ കാര്യമൊക്കെ കഷ്ടപ്പെടട്ടോ. നമ്മൾ ക്രോസ് ചെയ്യാൻ 10 മിനിറ്റ് എടുക്കും, ഇവരെ ക്രോസ് ചെയ്യാൻ 1 ദിവസം എടുക്കും. 1 ദിവസമൊക്കെ എടുക്കും. തുർക്കിയ, വെൽക്കം ടു തുർക്കിയ. Hello, I'm good. $200? Card, okay? Card, okay? Card? Yeah. 2 real, 200. 2. How much in dollar? $10. Euro, okay? Yeah. പണി കേട്ടോ. ഞാൻ ABCD മൂവി പറഞ്ഞില്ലേ, കിട്ടി. ഇന്ത്യ, ഹിന്ദുസ്ഥാൻ. അയ്യോ, كله مشكلة. يا اوكي يا اوكي اوكي. ഇന്ത്യയിൽ ബോംബ് എന്തിനാണ് നോമ്പ് പറയുന്നത്? ഷോൻ അറിയുന്നില്ല, ഓനെ കൺട്രിയാണ് ഓപ്പോസിറ്റ് ആൾക്കാർ സഹായിക്കുന്നത്. ആസ് എ ട്രാവലർ അതോ എന്തത്? പോവോ? പോവില്ല. കുടുങ്ങി. ഇതാണ് നമ്മുടെ സേഫ്റ്റി വേ കേട്ടോ. നമ്മൾ ബസ്സിൻ്റെ ബേക്ക് പിടിക്കുമ്പോൾ റിയൽ വീലിൻ്റെ ബേക്കിലാണ് സേഫ്റ്റായിട്ട് പോകേണ്ടത്. അവിടെയൊക്കെ എന്നാൽ ചില പൊടിയും അങ്ങോട്ടൊക്കെ വരും. പക്ഷേ ടയർ ഒടിഞ്ഞിട്ട് ബാക്കിയൊന്നും ഓടിയും. 15 മിനിറ്റ് ആയിട്ടോ, 15 മിനിറ്റായി. ഓപ്പൺ ആയിട്ടില്ല, വെയിറ്റ്. നട്ടപ്പോൾ ഒരു വെയിൽ നോക്കി. നിങ്ങളുടെ ബേക്കിൽ നോക്കിയാൽ നിറച്ച് വണ്ടികളാണ്. 2 വണ്ടിയും കൂടി ഇൻസ്പെക്ഷൻ ചെയ്യും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തുറക്കുമായിരിക്കും. ആദ്യമായിട്ടൊരു ബോർഡർ ഇങ്ങനെ പൂട്ടിയിട്ട് പരിശോധിക്കുന്നത് കാണുന്നുണ്ടോ. അവർ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് മൊത്തത്തിൽ. എൻ്റെ മോനെ, എന്ത് തലവേദന അറിയോ തുർക്കി സൈഡ്. ഇത്ര ടൈം എടുത്തറിയോ ഓലക്ക. ഡെഡായി പോയി ശരിക്കും. ഭയങ്കര ടൈം എടുത്തോട്ടെ. അതല്ല അവൽ നിന്ന് വളരെ നന്നായി. ഈ വണ്ടി എവിടെ സൈഡാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ, ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. അതിൽ വണ്ടി എവിടെ സൈഡാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും,
റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് ട്രാവൽ കംപ്ലീറ്റ് ചെയ്യും. വേണ്ടോ വെൽക്കം ടു തുർക്കി. തുർക്കി നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കുണ്ടും കുഴിയിലെ റോഡ് വരും. നല്ല കുണ്ടും കുഴിയിൽ അടിപൊളി റോഡാണ്. എനിക്ക് തോന്നുന്നു ബോർഡറായിട്ട് പണികൾ നടക്കുന്നുണ്ട്. കാരണം തുർക്കിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നു ദ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ കൺട്രിക്കുള്ളത്. പാലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ടണൽസ് ആണെങ്കിലും വേറെ എവിടെ ഇല്ലാത്ത അത്രയും ടോപ്പ് സംഭവം കേട്ടോ ഇവിടെ. പോവാ തണുപ്പിക്കട്ടെ.